രാജ്ഭവനിലെ RSS ഭാരതാംബ ചിത്രത്തിനെതിരെ കടുത്ത നിലപാടുമായി മന്ത്രി വി ശിവൻകുട്ടി. ഗവർണർ പങ്കെടുത്ത രാജ്ഭവനിലെ പരിപാടിയിൽ എതിർപ്പറിയിച്ച് മന്ത്രി ഇറങ്ങിപ്പോയി. ഭരണഘടനയ്ക്കപ്പുറം മറ്റൊരു സങ്കല്പത്തെയും അംഗീകരിക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഭാരതാംബ ചിത്ര വിവാദത്തിൽ ഗവർണർക്കെതിരെ മന്ത്രി പി രാജീവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും രംഗത്തെത്തി. ഔദ്യോഗിക പരിപാടികളിൽ ഭാരതാംബ ചിത്രം വെക്കാനുള്ള ഗവർണറുടെ തീരുമാനത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചാണ് രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെത്തിയത്. രാജ്ഭവൻ നൽകിയ കാര്യപരിപാടികളിൽ ഭദ്രദീപം കൊളുത്തും എന്ന് മാത്രമായിരുന്നു മന്ത്രിയെ അറിയിച്ചത്. എന്നാൽ വേദിയിൽ ഭാരതാംബ ചിത്രം കണ്ടതോടെ പരിപാടിക്കിടയിൽ തന്നെ എതിർപ്പറിയിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. ഗവർണർ ക്ഷമിക്കണം, എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും തുറന്നുള്ള ചടങ്ങിലൂടെ ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ചടങ്ങിൽ നിന്ന് വാക്കൗട്ട് നടത്താൻ ഇപ്പോൾ പോവുകയാണ്. രാഷ്ട്രസങ്കല്പത്തിനപ്പുറം മറ്റൊരു സങ്കല്പത്തെയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പുറത്തിറങ്ങിയ ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. ഇത് ഏത് ചിത്രമാണ് ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതോ ഒരു ചില രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകളുടെ ചിത്രമാണ് ഇരിക്കുന്നത്. ഇത് രാജ്ഭവനാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ്. രാജ്ഭവനും കേരള ഗവൺമെൻറ്റും തമ്മിൽ ഒരുമിച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അവിടെ ഈ ചിത്രത്തിന് മുന്നിൽ ഒരു വിളക്ക് കൊളുത്താൻ വേണ്ടി പാടില്ല. ഞാൻ അതിൽ പ്രതിഷേധിക്കുകയാണ്. എനിക്കിത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. തിരിച്ചിറങ്ങുമ്പോൾ വേറെ പ്രതികരണം ഗവർണറെ ആട്ടുകളിൽ കാറ്റ് പിടിച്ചോ അല്ലെങ്കിൽ ഇരിക്കുകയായിരുന്നു. പൊതുപരിപാടികൾ RSS പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് മന്ത്രി പി രാജീവ് ഗവർണറെ ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലപാടുകൾ ഉണ്ടാകാം. അത് സ്വകാര്യമായി തന്നെ സൂക്ഷിക്കാനുള്ള പൂർണ്ണമായ അവകാശം ഉണ്ട്. പക്ഷേ പൊതുപരിപാടികളിലും രാജ്ഭവനും അത്തരം ഇതിൻ്റെ പ്രചാരവേദിയായി ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി തന്നെ തെറ്റാണ്. നേരത്തെ മന്ത്രി പി പ്രസാദും ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിച്ചിരുന്നു. മന്ത്രിമാരുടെ നിലപാടിനൊപ്പം നിൽക്കുന്നതായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം അത് തെളിഞ്ഞു വരികയാണ്. അതിലെ എല്ലാ എതിർപ്പും ഞങ്ങൾക്കും. രാജ്ഭവൻ ഒരിക്കലും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വേദിയാകാൻ പാടില്ല. ഗവർണർ നിലപാട് തുടർന്നാൽ വഴങ്ങില്ലെന്നാണ് മന്ത്രിമാർ നൽകുന്ന സൂചന. അങ്ങനെ എല്ലാ പരിപാടിക്കും വിളക്ക് കൊളുത്താൻ തീരുമാനിച്ചാൽ അങ്ങനെ വിളക്ക് കൊളുത്തുന്ന പരിപാടിക്ക് പോകേണ്ടതില്ലെന്ന് മന്ത്രിമാരും തീരുമാനിക്കേണ്ടി വരും. കാരണം ഇതൊരു ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. മീഡിയ 1 തിരുവനന്തപുരം.